വിവാദ ആരോപണങ്ങളുടെ ഭാഗമായി അൻവർ എംഎൽഎയെ ഇടത് നേതൃത്വം തള്ളുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിനൊപ്പം ചേരുമെന്ന ധാരണയിലായിരുന്നു പൊതുസമൂഹം. എന്നാൽ ജനങ്ങൾ ഒരു പാർട്ടിയായാൽ ആ പാർട്ടിയിൽ താൻ അംഗമാകുമെന്നായിരുന്നു അൻവർ എംഎൽഎയുടെ മറുപടി. കോൺഗ്രസുമായി അടുത്ത ആത്മബന്ധം അൻവറിന്റെ കുടുംബത്തിനുണ്ട്. അതിനാൽ തന്നെ അൻവർ കോൺഗ്രസിൽ ചേരുമെന്നായിരുന്നു പ്രതീക്ഷ. കൂടാതെ നിയമസഭാ സമ്മേളനത്തിൽ തന്റെ ഇരിപ്പിടം മാറ്റി കോൺഗ്രസുമായി ചേർത്തതും ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങളായിരുന്നു. CPIഎമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ച PV അൻവർ രൂപീകരിക്കുന്ന പാർട്ടി DMK മുന്നണിയുടെ ഭാഗമായിരിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചന. പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണി പ്രവേശന നീക്കം അൻവർ തുടങ്ങിയെന്നാണ് വിവരം. ചെന്നൈയിലെത്തിയ അൻവർ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. PV അൻവറിന് വേണ്ടി രാഷ്ട്രീയ ചർച്ചകൾ നടത്താൻ മകനും കളത്തിലിറങ്ങിയതായാണ് വിവരം. DMKയുമായി സഹകരിക്കുന്നതിന് മുന്നോടിയായി അൻവറിന്റെ മകൻ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തി. PV അൻവറിന്റെ അനുയായികൾ സ്റ്റാലിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അൻവറുമായുള്ള ബന്ധം ഇടതുപക്ഷം പൂർണ്ണമായും വിച്ഛേദിച്ച സാഹചര്യത്തിൽ നാളെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിത ഈ നീക്കം. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായ DMKയുമായി ചേർന്ന് മുന്നോട്ടു പോകാനുള്ള പദ്ധതി നേരത്തെ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. അൻവറിന്റെ ലക്ഷ്യം ഇന്ത്യ മുന്നണിയാണെന്നും സൂചനയുണ്ട്. പതിയെ ഇന്ത്യ മുന്നണിയുമായി കൈകോർക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അണിയറ നീക്കങ്ങൾ ഇതിനോടകം സജീവമാക്കിയിരിക്കുകയാണ് PV അൻവർ. ശനിയാഴ്ച പുലർച്ചെയാണ് PV അൻവർ മഞ്ചേരിയിലെ വസതിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത്. പുതിയ പാർട്ടി രൂപീകരിച്ച് DMKയുമായി സഹകരിച്ച് ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയെന്ന നയം സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വിളിച്ചു ചേർത്തിരിക്കുന്ന പൊതുയോഗത്തിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ അൻവർ തുടരെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതോടെയാണ് അൻവറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത്. ശേഷം പൊതുസമ്മേളനങ്ങൾ വെക്കുകയും തനിക്ക് തുറന്നു പറയാനുള്ള എല്ലാം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഒരുപാട് ജനങ്ങളാണ് അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതേസമയം മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന PV അൻവർ MLAയുടെ പിറകെ പോകേണ്ടെന്നാണ് CPIഎം സംസ്ഥാന സമിതിയുടെ തീരുമാനം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. അൻവറിന്റെ ശ്രമം മുസ്ലിം കേന്ദ്രീകരണത്തിനാണ്. മുസ്ലിം കേന്ദ്രീകരണം ആഗ്രഹിക്കുന്നവർ അൻവറിനെ വിലക്കെടുത്ത് എന്നും CPIഎം സംസ്ഥാന സമിതി വിലയിരുത്തി. അൻവറിനെതിരെ കടുത്ത വിമർശനമാണ് CPIഎം സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അൻവർ. അൻവറിന്റെ നീക്കങ്ങൾ എന്തെല്ലാമാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMK CPIഎമ്മിനോടും പിണറായി വിജയനോടും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. DMKയിലേക്കുള്ള അൻവറിന്റെ പ്രവേശനം രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങളും DMK നടത്തിയിരുന്നു. ഈ ശ്രമങ്ങൾക്ക് കരുത്തു പകരാൻ ഇതിലൂടെ കഴിയുമെന്നത് ഉറപ്പാണ്. ഇടതുപക്ഷത്തിനെ മാറ്റി നിർത്തി ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് PV അൻവർ. പാർട്ടി പ്രഖ്യാപനത്തോടെ മറ്റു നീക്കങ്ങളും പുറത്തുവരുന്നതാണ്.